ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു HS4 വീഡിയോസ്. അപ്പോൾ ഞാനിന്ന് നല്ലൊരു കിടിലൻ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. ബട്ട് അതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിന്ന് കുറച്ച് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 1 കപ്പ് പഞ്ചസാര, പിന്നെ കുറച്ച് തേങ്ങ ചിരവിയത്, 2 ഏലക്കായ്. ഇനി ഈ ബ്രെഡിൻ്റെ 4 സൈഡും കട്ട് ചെയ്തെടുക്കുക. ആ ബ്ലാക്ക് വരുന്ന ഭാഗങ്ങളാണ് കട്ട് ചെയ്യേണ്ടത്. എല്ലാ സൈഡും ഒപ്പിച്ചിട്ട് കട്ട് ചെയ്യുക. ഈ ഒരു സ്നാക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. നമുക്ക് വൈകുന്നേരം ചായക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്കാണ്. വേഗം കഴിയും. പിന്നെ ഈ കട്ട് ചെയ്ത ബ്ലാക്ക് ഭാഗമില്ല, അത് കളയൊന്നും ചെയ്യണ്ടേ. അതിനെ കൊണ്ട് ഒരുപാട് സ്നാക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നമുക്ക് ഈ ബ്രെഡ് പൗഡർ ആക്കി എടുക്കാതൊക്കെ. അങ്ങനെ 4 സൈഡും കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി സെൻറ്ററിൽ നിന്നും നമുക്കൊന്ന് കട്ട് ചെയ്യാം. ബ്രെഡ് ഓരോന്നായിട്ട് കട്ട് ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ, ഇല്ലെങ്കിൽ 3-4 ബ്രെഡ് വെച്ചിട്ട് കട്ട് ചെയ്യാം. ഇനി ഇത് ചെറിയ ചെറിയ പീസസ് ആയിട്ട് വീണ്ടും കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാം ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ. അപ്പോൾ ഇനി നമുക്കൊരു ചെറിയൊരു ബൗൾ വെക്കാം. ഇത് ചൂടായതിനു ശേഷം ഇതിൽ കുറച്ച് വെള്ളം ഒഴിക്കുക. ഇനി ഇതിൽ നേരത്തെ കാണിച്ച പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് ഞാൻ പഞ്ചസാര സിറപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി ഇതിൽ 2 ഏലക്കയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി. അതുപോലെ തന്നെ മധുരവും നിങ്ങളുടെ ഇഷ്ടാനുസരണം ഇട്ടാൽ മതിയേ. അപ്പോൾ ഇതൊരു ജസ്റ്റ് തിക്കായി വരുമ്പോൾ നമുക്കിതൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒരു ബൗളിലേക്ക് മാറ്റുകയാണ്. ഇനി നെക്സ്റ്റ് ഒരു പാൻ വെക്കാം. അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കാം. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡിൻ്റെ സ്ലൈസ് ഒന്ന് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ എടുത്താൽ മതി. ഇത് പ്രത്യേകിച്ച് കുട്ടികൾക്ക് നല്ല ഇഷ്ടമായിരിക്കും. ഇത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ അവർക്ക് കൊടുക്കുന്നത് നല്ലൊരു ടേസ്റ്റാണ്. അതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ നന്നായിട്ട് കഴിക്കുകയും ചെയ്യും. അതുമല്ല, നമുക്ക് പെട്ടെന്ന് ഒരു ഗസ്റ്റൊക്കെ വന്നാൽ ഉണ്ടാക്കാനുള്ള പറ്റിയൊരു സ്നാക്കാണ്. സിമ്പിളായിട്ടുള്ള സ്നാക്കാണ്. അപ്പോൾ 2 ഭാഗവും നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കാമല്ലോ. അപ്പോൾ ഇതിൻ്റെ എണ്ണ ഒക്കെ നന്നായിട്ട് വറ്റിച്ചിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. കാണാൻ നല്ല മൊരിഞ്ഞ് നിന്നിട്ടാണുള്ളത്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ ഒരു സ്ലൈസ് എടുത്തിട്ട് ഈ ഒരു പഞ്ചസാര സിറപ്പിലേക്ക് മുക്കുക. ഒരു 2 സെക്കൻഡെങ്കിലും മുക്കി വെക്കുക. എന്നതിന് ശേഷം ഈ ചിരണ്ടിയ തേങ്ങയിലേക്ക് ജസ്റ്റ് ഒന്ന് കവർ ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ എല്ലാം ഇങ്ങനെ ടിപ്പ് ചെയ്ത് വെക്കുക. ഈ പഞ്ചസാര സിറപ്പിലൊക്കെ മുക്കി വെച്ചാൽ നല്ല ടേസ്റ്റാണ്, നല്ല മധുരം ഉണ്ടാകും. അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ ഈ മധുരങ്ങളൊക്കെ. അപ്പോൾ എല്ലാം ഒന്ന് ടിപ്പ് ചെയ്യാൻ ജസ്റ്റ് ഒന്ന് മുങ്ങട്ടെ, നന്നായിട്ടൊന്ന് മുങ്ങിയിട്ട് വരട്ടെ. അപ്പോൾ ഇനി ഈ ചിരണ്ട തേങ്ങയിലേക്ക് ഒന്ന് ടിപ്പ് ചെയ്തിട്ട് എടുത്ത് വെക്കുക.
അപ്പോൾ എല്ലാം ഫിനിഷായി വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഇത് നല്ലൊരു ടേസ്റ്റി സ്നാക്ക് ആയതുകൊണ്ട് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അതുകൊണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.